പൂർണ്ണമായും വൈദ്യുതി സഹായമില്ലാതെ നമ്മുടെ സോളാർ പാനലുകൾ മാത്രം ഉപയോഗിച്ച് ഏകദേശം 200-250 അടി വരെ ആഴത്തിൽ നിന്ന് വെള്ളമെടുക്കാവുന്ന ഒരു സോളാർ പമ്പാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത് 72 വോൾട്ട് 550 വാട്ട്സ് വരുന്ന ഒരു BLDC സോളാർ പമ്പാണ്. അതായത് ബ്രഷ്ലെസ് DC മോട്ടറാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. മോട്ടർ മുതൽ പമ്പ് മുതൽ ഇതിൻ്റെ ഇംബലേഴ്സ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സകല സാധനങ്ങളും സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഏകദേശം ഒരു 30,000 രൂപയ്ക്ക് മുകളിൽ വില വരുന്നൊരു പമ്പാണ്. ഇത് 24 വോൾട്ടിൻ്റെ നമുക്കൊരു 400 വാട്ട്സിനടുത്ത് ഉള്ള 2 സോളാർ പാനലുകൾ ഉണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് വർക്ക് ചെയ്യും. അതായത് ടോട്ടലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇതിന് സെപ്പറേറ്റ് കൺട്രോളേഴ്സോ മറ്റു കാര്യങ്ങളൊന്നും ആവശ്യമില്ല. 2 സോളാർ പാനലുകൾ 24 വോൾട്ട് 400 വാട്ട്സിൻ്റെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. ഏകദേശം ഒരു 80 വോൾട്ടൊക്കെ ആയിരിക്കും അതിൽ നിന്ന് ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നത്. ഇന്ന് നമ്മൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് 24 വോൾട്ട് ഒരു 390 വാട്ട്സൊക്കെ വരുന്ന ലൂമിനസിൻ്റെ 2 പാനലുകളാണ്. ആ പാനൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇന്നത് പ്രവർത്തിച്ച് നോക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിലുള്ള പാനലിൻ്റെ മാക്സിമം പവർ എഴുതിയിരിക്കുന്നത് 383 വാട്ട്സ് ആണ്. 383.77 വാട്ട്സ്. മാക്സിമം ആംബിയർ 9.3 ആണ് എഴുതിയേക്കുന്നത്. ഇതേപോലത്തെ 2 പാനലുകളാണ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഔട്ട്പുട്ട് എടുത്ത് നേരെ നമ്മളിനി പമ്പിലേക്ക് കൊടുക്കാൻ പോവാണ്. ഇത് 1.25 ഇഞ്ചാണ് നമ്മൾ പറഞ്ഞ പോലെ ഡെലിവറി സൈസ് വരുന്നത്. അത് ടെസ്റ്റിങ്ങിനായിട്ട് 1 ഇഞ്ചായിട്ട് റെഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ പൈപ്പ് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്തു. നമ്മൾ ടെസ്റ്റിംഗ് ടാങ്കിലേക്ക് ഇടുകയാണ്. നമുക്കിനി ഇതിന് ആവറേജ് മാക്സിമം എത്ര പ്രഷർ ജനറേറ്റ് ചെയ്യും, ആവറേജ് നമ്മുടെ ഒരു സൈറ്റ് ഹെഡിൽ കിട്ടുന്ന വെള്ളത്തിൻ്റെ അളവ് കാര്യങ്ങളൊക്കെയാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇതിൽ നിന്ന് ഈ മോട്ടറിൽ നിന്നുള്ള പോസിറ്റീവ് നെഗറ്റീവ് വയറുകൾ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ സോളാർ പാനലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നോർമലി നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 2 പോളിൻ്റെ DC MCB ഇടയ്ക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതുവഴി ജസ്റ്റ് ഓൺ ഓഫും ചെയ്യാം. നമ്മളിപ്പോൾ നിലവിൽ ഡയറക്റ്റ് കണക്ടർ കുത്തിയാണ് ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ഒരു DC MCB എപ്പോഴും നിങ്ങളുടെ ഉപയോഗത്തിനായിട്ട് വേണ്ടി വരും. അതുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒരു ഓൺ ഓഫ് സ്വിച്ച് പോലെ. നമുക്കിതൊന്ന് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ കറണ്ട് കൺസപ്ഷൻ, ഡിസ്ചാർജ്, പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിതാ ഇതിൽ 2 പാനൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ആ 2 കോമൺ ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമ്മൾ പാനലിലേക്ക് നമ്മുടെ മോട്ടറിലേക്ക് കൊടുക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും തിരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ തിരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺ ആവില്ല. അതാ നമ്മുടെ മോട്ടർ ഡ്രൈവ് ആയിട്ടുണ്ട്. നമ്മുടെ BLDC പമ്പുകളെല്ലാം സ്ലോ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന സോഫ്റ്റ് സ്റ്റാർട്ട് ഒരു സിസ്റ്റമാണ്. അതായത് പതിയെ ഡ്രൈവായി അതിൻ്റെ മാക്സിമം RPMത്തിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ പതിയെ ഡിസ്ചാർജ് വന്നിട്ട് അത് പയ്യെ ഡ്രൈവായി മാക്സിമം RPMത്തിലേക്ക് പോകും. അതിനനുസരിച്ച് ഡിസ്ചാർജും കൂടുതലുണ്ടാവും. അപ്പോൾ പയ്യെ ഡ്രൈവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഡിസ്ചാർജിലേക്ക് അത് പോയിട്ടുണ്ട്. നമുക്കിനി ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ എത്ര ആംബിയറാണ് നിലവിൽ മോട്ടർ എടുക്കുന്നത് നോക്കണം. അപ്പോൾ നമ്മുടെ പമ്പ് ഡ്രൈവ് ആയിട്ടുണ്ട്. അതിൻ്റെ ഫുൾ RPMത്തിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ കറണ്ട് കൺസപ്ഷൻ എത്രയാണ്? 8.4 8.3 വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ മാക്സിമം DC ആംബിയർ വരുന്നത്. ഇനി മോട്ടറിൻ്റെ അത്യാവശ്യം പെർഫോമൻസ് നിങ്ങൾക്ക് കാണാം. നമുക്കിനി പയ്യെ ഇതിൽ മാക്സിമം പ്രഷർ എത്ര കയറും എന്നുള്ളത് ചെക്ക് ചെയ്യാം. നമ്മൾ വാൽവ് ക്ലോസ് ചെയ്യുകയാണെന്ന് പയ്യെ പ്രഷർ ഗേജ്. ഇതിപ്പോൾ ഏകദേശം ഈ മോട്ടറിന് നമ്മളൊരു 10 മീറ്റർ വെർട്ടിക്കൽ ഹെഡ് കൊടുത്താൽ കിട്ടുന്നൊരു വെള്ളത്തിൻ്റെ ഡിസ്ചാർജാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിന് നേരെ മറിച്ച് നമ്മളൊരു ഇപ്പോൾ ഏകദേശം 2 ബാർ 20 മീറ്റർ ഹെഡിലേക്കുള്ളപ്പോൾ വരുന്നൊരു ഡിസ്ചാർജാണിത്. നമ്മളിന് കുറച്ചുകൂടെ പ്രഷർ കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 30 മീറ്റർ ഹെഡിലുള്ള ഡിസ്ചാർജ് വരുന്നുണ്ട്. ഇതിപ്പോൾ ആവറേജ് 40 മീറ്റർ ഹെഡിലുള്ള ഡിസ്ചാർജാണ്. 50 മീറ്റർ ഹെഡിലേക്ക് എത്തി. 60 മീറ്ററിലെത്തി. 60 മീറ്ററിലേക്കൊക്കെ എത്തുമ്പോൾ ഡിസ്ചാർജ് അത്യാവശ്യം കുറവ് തന്നെയാണ്. ഏകദേശം 75 മീറ്ററോളം ഹെഡ് എത്തി. 75 മീറ്റർ എന്ന് പറഞ്ഞാൽ ആവറേജ് 250 അടി നിങ്ങൾ ടോട്ടലായിട്ട് വെർട്ടിക്കൽ ഹെഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന വെള്ളത്തിൻ്റെ അളവാണിത്. അപ്പോൾ ആവറേജ് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 200 അടി വരെയൊക്കെ ഉള്ള ബോർവെല്ലുകളിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല പെർഫോമൻസിൽ വർക്ക് ചെയ്യും. ഇനിയിപ്പോൾ ഇങ്ങനെ 250 അടി തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ നമുക്ക് ഒരു പാനലോടെ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വോൾട്ടേജ് കിട്ടും. കുറച്ചുകൂടെ വോൾട്ടേജ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് കിട്ടും. ഇപ്പോൾ ആവറേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 200 അടി ഹെഡിലൊക്കെ, അതായത് ഒരു 60 മീറ്റർ ഹെഡിലുള്ള ഡിസ്ചാർജാണ്. ഇത് അത്യാവശ്യം ബോർവെൽ പമ്പുകളെ സംബന്ധിച്ച് അത്യാവശ്യം ഒരു നല്ല ഡിസ്ചാർജ് റേഞ്ചാണെന്ന് തന്നെ പറയാം.
എങ്ങനെ പോയാലും ആവറേജ് ഒരു 2000 ലിറ്ററിൻ്റെ അടുത്തൊക്കെ ഡിസ്ചാർജ് എന്തായാലും ഈ ഒരു റേഞ്ചിൽ 200 അടി ഹെഡിൽ നമുക്കിതിന് കിട്ടുന്നുണ്ട്. മാക്സിമം 80 മീറ്റർ റേഞ്ചിലേക്ക് ഹെഡും കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് നല്ല ഡിസ്ചാർജ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും മിനിമം ഹെഡിലാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ കിണറിലേക്ക് ഇത്രയും വിലയുള്ളൊരു പമ്പിൻ്റെ ആവശ്യമില്ല. എങ്കിലും അത്യാവശ്യം മിനിമം ഹെഡിൽ അവർ പറയുന്നത് 4000 ലിറ്ററാണ്. 4000 ലിറ്ററിന് മേലെ ഫ്ലോ ഇപ്പോൾ നിലവിൽ നമുക്കവിടെ കിട്ടുന്നുണ്ട്. കൺസപ്ഷൻ എത്രയാണ് പറഞ്ഞത്? 8.6. വെയിൽ കൂടുന്നതിനനുസരിച്ച് ചെറിയ ആംബിയർ വേരിയേഷൻ വരും. അതിനനുസരിച്ച് തന്നെ നമ്മുടെ ഡിസ്ചാർജും കൂടി വരും. ഇപ്പോൾ നമ്മൾ കണ്ടത് ഇത് ടോട്ടലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മുടെ സാധാരണ KSEB കറണ്ട് ഇല്ലാതെ ഡയറക്റ്റ് സോളാർ പാനലിൽ നിന്ന് നേരിട്ട് മോട്ടോർ വർക്ക് ചെയ്യിക്കുന്നതാണ് കണ്ടത്. ഇതിൽ ഞാനീ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ കൺട്രോളറോ മറ്റു കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ ചില വീടുകളിൽ ഓൾറെഡി സോളാർ ചെയ്തിരിക്കുന്ന വീടുകളുണ്ടാവും. അത് ഓൾറെഡി MPPTയിൽ കണക്ട് ചെയ്ത് നിങ്ങളുടെ ബാറ്ററി ചാർജിങ്ങിനൊക്കെ ആയിട്ട് സോളാർ പാനലുകൾ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള സ്ഥലത്ത് ആ സിസ്റ്റം അങ്ങനെ നമുക്കിപ്പോൾ രാവിലെ മാത്രമല്ല ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സിസ്റ്റം രാവിലെ മാത്രം വെയിലുള്ള സമയത്ത് അല്ലെങ്കിൽ വെട്ടമുള്ള സമയത്ത് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, രാത്രി ഉപയോഗിക്കണം. നിലവിലുള്ള ബാറ്ററി കാര്യങ്ങളിലൊന്നും ചേഞ്ചസ് വരുത്താതെ എങ്ങനെ ഉപയോഗിക്കാം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു SMBSO ട്രാൻസ്ഫോമറോ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഏറ്റവും നല്ല ട്രാൻസ്ഫോമറാണ് നമ്മുടെ കയ്യിൽ നിന്നുള്ള SMBS ആണ്. ട്രാൻസ്ഫോമർ ആകുമ്പോൾ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. പെട്ടെന്നുള്ള ഫ്ലക്ച്വേഷനിലോ അല്ലെങ്കിൽ ലൈറ്റിംഗ് കാര്യങ്ങളിലൊക്കെ വരാൻ നേരത്ത് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ 72 വോൾട്ട് ഈ മോട്ടറിന് വേണ്ട SMBSന് ഏകദേശം 11,000 രൂപ വില വരും. മറിച്ച് ഒരു SMBS ആണെങ്കിൽ ഒരു 7,000 രൂപയുടെ ഉള്ളിലാണ് ഇതിന് വില വരുള്ളൂ. അപ്പോൾ നമുക്ക് ഫുൾ ടൈം എപ്പോഴെങ്കിലും ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ SMBSൽ നിന്നോ ട്രാൻസ്ഫോമറിൽ നിന്നോ കണക്ഷൻ കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാധാരണ AC കറണ്ടിൽ നിന്ന് ഇൻവെർട്ടർ ഓവർലോഡ് ആവാതെ ഇത് വർക്ക് ചെയ്യും. കാരണം ഇത് ആദ്യം പറഞ്ഞ പോലെ ഇത് സോഫ്റ്റ് സ്റ്റാർട്ടാണ്. ഇനി എത്ര കറണ്ട് എടുക്കുന്നുണ്ട്, നമ്മൾ നോർമലി ഒരു AC പവറിൽ നിന്ന് SMBS വെച്ച് വർക്ക് ചെയ്യിക്കുമ്പോൾ ഈ മോട്ടർ എത്ര കറണ്ട് എടുക്കുന്നുണ്ട് എന്ന് കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മളിപ്പോൾ നിലവിൽ SMBSൽ നിന്ന് കണക്ഷൻ കൊടുത്തു. SMBSൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നോർമൽ AC കണക്ഷനാണ്. ഔട്ട്പുട്ടിലേക്ക് നമ്മുടെ മോട്ടർ നേരെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോർമൽ AC കറണ്ട് എത്ര എടുക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ പമ്പ് ഡ്രൈവ് ആയിട്ടുണ്ട്. ഇപ്പോൾ AC കറണ്ട് 0.4, 0.5 ആദ്യം പറഞ്ഞ പോലെ പതിയെ ഡ്രൈവ് ആവുന്നുണ്ട്. മാക്സിമം എത്ര കറണ്ട് എടുക്കും എന്ന് നമുക്കറിയാം. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം പറഞ്ഞ പോലെ ഈ ഇൻവെർട്ടർ ഓവർലോഡ് ആവുന്ന പ്രശ്നം മോട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള സ്റ്റാർട്ടിങ് കറണ്ട് കൊണ്ടാണ്. നമ്മുടെ ഈ ഡ്രൈവ് ഉള്ള പമ്പുകൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല, സോഫ്റ്റ് സ്റ്റാർട്ടാണ്. ഇപ്പോൾ 2.5, 2.6 മാക്സിമം ഡ്രൈവ് ആകുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 3.6 റേഞ്ചിലാണ് ഈ മോട്ടറിൻ്റെ മാക്സിമം കൺസപ്ഷൻ പറഞ്ഞോളൂ. ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് ചെറിയ കൺസപ്ഷനിൽ വേരിയേഷൻ വരും. നമ്മൾ ലോഡ് കൊടുക്കുകയാണ് 3.6, 3.5. മോട്ടറിന് നമ്മൾ ഹെഡ് കൊടുക്കുന്നതിനനുസരിച്ച് ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് ചെറിയ ആംബിയറിൽ വേരിയേഷൻ വരികയും ചെയ്യും. ആവറേജ് നമ്മളിപ്പോൾ മോട്ടറിൻ്റെ മാക്സിമം കൺസപ്ഷൻ ഇപ്പോൾ കാണിക്കുന്നത് 3.6, 3.7 റേഞ്ചിലേ ഉള്ളൂ. ഇപ്പോൾ ക്ലാസിക് ബ്രാൻഡിൽ വരുന്ന ഈ ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ പമ്പിൻ്റെ ഏകദേശം റേറ്റ് വരുന്നത് 30,000 രൂപയുടെ മേളിലാണ്. ഇനി നമ്മൾ കണ്ട പോലെ സിമ്പിളായിട്ട് 2 പാനലുകൾ വെച്ച് ഡയറക്റ്റ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് SMBSO അല്ലെങ്കിൽ ട്രാൻസ്ഫോമറോ ഉപയോഗിച്ച് നോർമൽ കറണ്ടിൽ നിന്ന് കൊടുത്ത് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്